ഹായ്. കുറച്ച് നാളത്തെ എൻ്റെ കാത്തിരിപ്പിന് എനിക്ക് മറുപടി കിട്ടി. ഇത് കണ്ടോ, എനിക്ക് കിട്ടിയ മറുപടിയാണിത്. പില്ലറ്റ യൂട്യൂബിൽ നിന്ന് കിട്ടിയതാണ്. 1 വർഷത്തോളമായി ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട്. എന്നാൽ ഞാനിങ്ങനെ വീഡിയോകൾ ചെയ്തുകൊണ്ടേയിരുന്നു. എന്നാൽ എനിക്ക് പെട്ടെന്ന് അതിനകത്ത് ഈ വാച്ച് ടൈം ആയില്ല. വാച്ച് ടൈം ആകാൻ താമസം വന്നു. കാരണം എൻ്റെ വീഡിയോ തീരെ കുറച്ച് ഓടുന്നുള്ളൂ. 100, 150, 200, 300 ഇങ്ങനെയുള്ള വീഡിയോകളെ ഓടുന്നുള്ളൂ. അതുകൊണ്ട് എനിക്ക് വാച്ച് ടൈം വരാൻ ഒത്തിരി താമസം വന്നു. എന്നാൽ കുറച്ച് എനിക്ക് സബ്സ്ക്രൈബർ കൂടി. ഒടുവിൽ സബ്സ്ക്രൈബർ 1500 സബ്സ്ക്രൈബറായി. 2200 വാച്ച് ടൈമേ ആയുള്ളൂ. ഞാൻ പറഞ്ഞത് വേണ്ട, നിർത്തിയേക്കാം. തന്നെ പലരും എന്നെ കളിയാക്കുന്നു. ഇത്രയും പ്രായമായില്ലയോ, എന്തിനാണ് ഈ ആവശ്യത്തെ പരിപാടിക്ക് പോകുന്നതൊക്കെ പലരും ചോദിച്ചു. അപ്പോൾ എനിക്കൊരു വാശി. ഇത് മറ്റുള്ളവരുടെ ആ സംസാരം അതെനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കി. എന്നാൽ അതല്ല, പ്രായമായി കഴിഞ്ഞെന്ന് പറഞ്ഞാലും നമ്മളെക്കൊണ്ട് ചില കാര്യങ്ങൾ നടക്കണമല്ലോ. വെറും പ്രായം എന്ന് പറഞ്ഞാൽ തള്ളിക്കളയാനൊക്കെ ഇന്ന് പലരുടെയും ചിന്തയാണ് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ പ്രായമാകുന്നൊരു ഇതൊന്നും ചെയ്യരുതെന്നുള്ള ആ ചില ധാരണയാണ് പലർക്കും എന്നുള്ളത്. എന്നാൽ എനിക്കതല്ല. എനിക്ക് എന്നെക്കൊണ്ട് എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളതാകുന്ന ആ ഒരു ചിന്ത എൻ്റെ മനസ്സിൽ വന്നു. അങ്ങനെയാണ് വീണ്ടും ഞാൻ ആ ചാനൽ തുടർന്നും വീഡിയോ ഇടാൻ തുടങ്ങി. കഴിഞ്ഞ 1 മാസത്തിന് മുമ്പ്, കാരണം ഞാൻ ആദ്യം നേരത്തെ പറഞ്ഞത് എൻ്റെ വീഡിയോ അങ്ങനെ ഓടുന്നില്ലായിരുന്നു. 10, 500, 1000 അല്ലെങ്കിൽ അങ്ങേയറ്റം കൂടി വന്നാൽ ഒരു 7000 വ്യൂ ഒക്കെ വന്നിട്ടുണ്ട്. അതിൽ കൂടുതലൊന്നും വന്നിട്ടില്ല എൻ്റെ വീഡിയോയ്ക്ക്. അപ്പം ഞാൻ തന്നെ മനസ്സുകൊണ്ട് മടിച്ചു. കാരണം അവർ പറയുന്നത് 4000 വാച്ച് ടൈം ഇത്ര ദിവസം കൊണ്ടാകണം, അല്ലെങ്കിൽ 1000 സബ്സ്ക്രൈബർ ഇത്ര ദിവസം കൊണ്ടാകണം എന്നൊക്കെ പറയുന്നുണ്ട്. എൻ്റെ ഒന്നും അങ്ങനെ ആകുന്നില്ല. പിന്നെ 1 വർഷം കൊണ്ട് എനിക്ക് 1500 സബ്സ്ക്രൈബറായി, 2200, 2300 വാച്ച് ടൈമായി. എന്നാൽ ഇനി വേണ്ടാന്നെങ്ങാണ്ട് ഞാൻ ഇങ്ങനെ മനസ്സിലങ്ങ് ചിന്തിച്ചു, ഇനിയും വേണ്ട, എന്തിനാണ് ഈ പരിപാടിക്ക്. അപ്പോൾ എനിക്ക് മനസ്സിൽ ഈ മറ്റുള്ള സംസാരം കേട്ടപ്പോൾ മറ്റുള്ളവർ എന്നെക്കുറിച്ച് ഇങ്ങനെ ഓരോ കമൻറ്റ് പറഞ്ഞപ്പോൾ എനിക്കൊരു വാശി. നമുക്കൊന്ന് ചെയ്ത് നോക്കിയാൽ എന്നാ, ഒന്നുകൂടെ ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ വീണ്ടും ഞാൻ ഈ ചാനലിൽ വീഡിയോ ഇടാൻ തുടങ്ങി. അങ്ങനെയാണ് ഞാൻ ഒരു പഴയ ഒരു തറവാടിൻ്റെ ഒരു കഥ പറഞ്ഞ് ഞാനൊരു വീഡിയോ ഇട്ടു. ആ വീഡിയോ ഇട്ട് രാവിലെ 8 മണിക്കിട്ട വീഡിയോ നേരെ സന്ധ്യ ആയപ്പോഴത്തേന് അത് 1000 വ്യൂസ് കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിൽ സന്തോഷം. നല്ലതല്ല, വീഡിയോ ഓടുന്നുണ്ടല്ലോ. പിറ്റേ ദിവസം രാവിലെ നോക്കിയപ്പോൾ അത് 6000 വ്യൂ കഴിഞ്ഞു. ഇപ്പോഴത് 2 ലക്ഷത്തിന് മേൽ വ്യൂ ആയി കഴിഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി, ആവേശമായി. അങ്ങനെ തുടർന്ന് വ്യൂകൾ ഇടാൻ തുടങ്ങി. 4 ദിവസം കൊണ്ട് എൻ്റെ ഈ 2200 കടന്ന വാച്ച് ടൈം പെട്ടെന്ന് 4000 പെട്ടെന്ന് 4000 എൻ്റെ സബ്സ്ക്രൈബറും പെട്ടെന്ന് കൂടിയങ്ങ് 2000 മേൽ കഴിഞ്ഞ് സബ്സ്ക്രൈബർ. അപ്പോൾ എനിക്ക് വളരെ സന്തോഷമായി. പെട്ടെന്ന് ഞാനിത് മോണിറ്റേഷൻ ചെയ്യാൻ വേണ്ടി ഒരുങ്ങി. അതിനുള്ള ആളെ കണ്ടുപിടിച്ചു. അങ്ങനെ മോണിറ്റേഷൻ കൊടുത്തപ്പം ആ പുള്ളിക്കാരൻ പറഞ്ഞു, ഇത് മോണിറ്റേഷൻ ചെയ്യാനുള്ള സമയമായല്ലോ. അങ്ങനെ മോണിറ്റേഷൻ ചെയ്ത് പിന്നറ്റിനുള്ളതായ ആപ്ലിക്കേഷൻ കൊടുത്തു, അപേക്ഷയും കൊടുത്തു. ഇന്ന് വന്നതാണ് എനിക്ക് പിന്നറ്റ്, ഗൂഗിൾ ആർഎൻസ് ഇന്ന് വന്നതാണ്. അപ്പം എനിക്ക് വളരെ സന്തോഷമായി. ഇന്ന് ഞാനിത് എൻ്റെ പിന്നറ്റിൻ്റെ ആ പിൻ നമ്പരും അയച്ചു കൊടുത്തു. ഇനിയും ബാക്കിയുള്ള കാര്യത്തിന് വേണ്ടി എത്രയും പെട്ടെന്ന്, കാരണം വീഡിയോകൾ ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ പറയാനുള്ള കാര്യം, ഇത് യൂട്യൂബ് ചാനൽ നിങ്ങൾ തുടങ്ങുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരിക്കലും മടിക്കണ്ട. കാരണം പ്രായമല്ല ഇതിന് ആവശ്യം, നമ്മുടെ മനധൈര്യമാണ്. നമ്മുടെ മനസ്സിന് ധൈര്യം വേണം, എങ്കിലേ ഇത് മുന്നോട്ട് പോവുള്ളൂ. അപ്പോൾ ഈ യൂട്യൂബ് ചാനൽ നമ്മുടെ മനസ്സിന് സന്തോഷം തരും. ലോകത്തിൽ നടക്കുന്നതാണ് പല കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വീഡിയോ പിടിച്ച് നമ്മുടെ യൂട്യൂബിൽ ചാനലിടാം. അപ്പോൾ അത് നമുക്ക് മനസ്സിന് വലിയ സന്തോഷമല്ലേ. അപ്പം നിങ്ങൾക്കും തുടങ്ങാം. ഇത് ആർക്കും ഇതിന് വിദ്യാഭ്യാസമോ അതിനോ പ്രത്യേകിച്ച് യോഗ്യതകളൊന്നുമില്ല. പിന്നെന്താണ്, യൂട്യൂബിൻ്റെ ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചിരിക്കണം മാത്രമേ നമുക്കത് ചെയ്യുവാൻ സാധിക്കൂ. അപ്പോൾ യൂട്യൂബ് ചാനൽ എനിക്ക് തന്നെയല്ല, നിങ്ങൾക്കും ചെയ്യാം. അപ്പം നിങ്ങളൊന്ന് ഒരുങ്ങി നോക്ക്. യൂട്യൂബ് ചാനൽ ചെയ്യാമില്ലെന്ന് പലരും എന്ന് പറഞ്ഞാൽ യൂട്യൂബ് ചാനലൊക്കെ വലിയ ബുദ്ധിമുട്ടാണെന്ന്. ഒന്നുമില്ല, യൂട്യൂബിനകത്ത് നമ്മൾ വീഡിയോ ഇടുന്നതിന് യാതൊരു ബുദ്ധിമുട്ടും നമുക്കുണ്ടാകത്തില്ല. അത് നമ്മൾ മനസ്സിലാക്കണം. ഇത് പലരും പറയുന്നത് ഇതൊക്കെ വലിയ കാശുള്ള പാർട്ടികളൊക്കെ. എന്നോട് ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി ഞാൻ പലരോട് ചോദ്യം പറഞ്ഞു, ഇതൊന്നും സാധാരണക്കാർക്ക് പറ്റുന്ന ഒരു കാര്യമല്ല, ഇതൊക്കെ വലിയ പണക്കാർക്കൊക്കെ പറ്റും, അത് വലിയ കാശുകളൊക്കെയാണെന്ന്. എന്നാൽ അറിയാവുന്നവർ പറഞ്ഞു, ഇതേക്കുറിച്ച് അറിയാവുന്നവർ പറഞ്ഞു, അങ്ങനെ വലിയ ഇതൊന്നുമില്ല, നമ്മൾ ചെയ്താൽ നമ്മൾ വീഡിയോ ഇടണം. നമ്മൾ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് നമ്മൾ ചുമ്മാ ഇരുന്നാക്കത്തില്ല, നമ്മൾ വീഡിയോ ഇടണം.
അപ്പം ഞാനിത് തുടർന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണ്. എൻ്റെ ചാനൽ ഇപ്പോൾ ചെറുതായിട്ട് ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഏണ്ട പിന്നെ ഞാൻ പറഞ്ഞ 2 ലക്ഷത്തിൽ ചില്ലുവാൻ വ്യൂസ് 16 ദിവസം കൊണ്ട് എനിക്കായത്. തുടർന്ന് അതിന് പുറകാലെ ഇട്ട ഒരു 3-5 വീഡിയോയ്ക്കെല്ലാം 30,000 25,000 16,000 18,000 വ്യൂകൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്കെന്ത് സന്തോഷമായി. നിങ്ങൾക്ക് ഈ സന്തോഷം ഉണ്ടാകും. അത് തുടങ്ങിക്കോ പെട്ടെന്നൊരു ഒരു യൂട്യൂബ് ചാനൽ. ഓക്കെ. പിന്നെ നമുക്കിതിനകത്ത് വേണ്ട ഒരു കാര്യമുണ്ട്. അത്യാവശ്യം തൊലിക്ക് നല്ല കട്ടി വേണം കേട്ടോ. അത്യാവശ്യമാണ്. തൊലിക്ക് നല്ല കട്ടി ഉണ്ടെങ്കിലേ നമുക്ക് ഇതുകൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. തൊലിക്കട്ടി ഇല്ലാത്തവർക്ക് പറ്റുന്നൊരു കാര്യമല്ല ഇത്. അതുകൊണ്ട് പെട്ടെന്ന് ഇറങ്ങിക്കോ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ വേണ്ടി.